ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നല്ല നാടൻ എന്ത് കറി ഉണ്ടാക്കാൻ പോണേ? നല്ല നാടൻ കേരക്ക. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലാ? നമ്മുടെ കേരക്കറി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയോ? എന്തൊക്കെയാണ് വേണ്ടത്? കേര, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, കുടപ്പുളി, ഉപ്പ്, വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില, വാട്ടർ. ഇനി എന്തോർമ്മ ചെയ്യേണ്ടത്? കുടപ്പുളി ഇട്ട് തിളപ്പിക്കും. അപ്പൊ നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം, പാത്രം വെക്കാം, എന്നിട്ട് വെള്ളം ഒഴിക്കുക, കുടപ്പുളി ഇട്ട് കൊടുക്കാം അല്ലേ? ഇതപ്പൊ എന്തോരം നേരം തിളപ്പിക്കണം? ഇത് തിളച്ച് വരുമ്പോ മാറ്റി തിളച്ച വന്നാ മതിയല്ലേ, അല്ലാണ്ട് സമയമൊന്നുമില്ല. ഇതിപ്പോ അത്യാവശ്യം തിളച്ചുണ്ട്, ഇനി എന്തോരം ചെയ്യണ്ടത്? കുറച്ച് ഉപ്പ് ഇതിലിടാം. എന്നിട്ട് തിളച്ചതിന് ശേഷം മാറ്റിയത്. അപ്പൊ ഉപ്പിടാല്ലേ നമുക്ക്? അത്യാവശ്യം തിളച്ചിട്ടുണ്ട്, നമുക്കിനി ഇത് മാറ്റി വെക്കാലോ. അപ്പൊ നല്ലോണം തിളക്കണം. അപ്പൊ നമുക്ക് തിളക്കണവരെ വെയിറ്റ് ചെയ്യാം. അതിന്റെ സത്തൊക്കെ ഇറങ്ങി വരുന്നവരെ തിളക്കണം. അത്യാവശ്യം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ സത്തൊക്കെ ഉമ്മ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി മാറ്റി വെക്കാം, ചൂടാക്കാല്ലേ. നാടനായിട്ട് നമ്മ കലത്തിലിട്ട് ഉണ്ടാക്കണത്. അപ്പൊ കലം വെച്ച് ചൂടാക്കണം ശരിക്കും. അപ്പൊ നമുക്ക് വെളുത്തുള്ളി ചതയ്ക്കാം. അപ്പൊ കലത്തിൽ നമ്മ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കടുകിട്ട് പൊട്ടിക്കണം. അപ്പൊ ചൂടായ വെളിച്ചെണ്ണയിൽ നമ്മ കടുകിട്ട് പൊട്ടിക്കാൻ പോകും. കടുക് പൊട്ടിച്ച് ഇനി നമ്മ എന്താണ് ഇടണം? ഉലുവ ഇടണം. ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാട്ടാ. അപ്പൊ ഉലുവ, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി നല്ല തിളച്ച എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ശരിക്കും അങ്ങോട്ട് ഇട്ട് ഇളക്കാം. അടുത്തത് നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ വേപ്പില ഇട്ടിട്ടുണ്ട്. കലം ചൂടായി, വേപ്പില ഇട്ട്. ഇനി എന്താണ്? മുളക് പൊടി ഇടാം. 3 സ്പൂൺ മുളക് പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടണം. നല്ലോണം ഇളക്കണം കേട്ടാ, ശരിക്ക് സെറ്റ് ആവണം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. തിളപ്പിച്ച കുടപ്പുളി ഒഴിക്കാം. അപ്പൊ തിളപ്പിച്ച കുടപ്പുളി ഒഴിക്കാൻ, വെള്ളം മാത്രം ഒഴിക്കാൻ. അപ്പൊ ഒരു കറിയുടെ പരുവൊക്കെ ആയി വരുന്നുണ്ട്. ഇനി ഇത് ശരിക്കും തിളക്കണം കേട്ടാ. നമ്മ കറിയുടെ ഏകദേശം അടുത്തേക്ക് എത്തി തുടങ്ങി അല്ലേ? ആദ്യം കുടപ്പുളിയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടാ മതി കേട്ടാ. അപ്പൊ നമുക്ക് ഇത്ര പോരെ? മതിയാ? അപ്പൊ നമുക്ക് ഇത്രയും ഉപ്പിട്ട് കൊടുക്കാം. നീ ഇളക്കണ്ടത്? തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യും. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ശരിക്ക് തിളക്കണവരെ അങ്ങ് വെയിറ്റ് ചെയ്ത് നിൽക്കണ്. ഇനി എന്തൂർന്ന് ഇപ്പൊ അത്യാവശ്യം തിളച്ചിട്ടുണ്ടല്ല. അപ്പൊ നമ്മുടെ കേരമീൻ ഇടാൻ പോയിട്ടാ. അതെ, അപ്പൊ ശരിക്ക് തിളച്ചിട്ടുണ്ട്. ഇനി മീനിടുന്ന സമയമാണ്. പകുതി ഇനി എന്തോരം നേരം ഇട്ടാലും ശരിക്കും വെന്തോരാ. നല്ലോണം വറ്റി മതി. പയ്യിടുമോ? മീനടി പിടിക്കാണ്ടിരിക്കാൻ ശരിക്കും അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഫസ്റ്റ് ഒന്ന് വെറുതെ ഇളക്കിയാൽ മതി, പിന്നെ ഇളക്കണ്ട. അടി പിടിക്കാണ്ടിരിക്കാൻ ഇട്ടപ്പോ തന്നെ ഒന്ന് ഇളക്കാം.
പിന്നെ ഇളക്കണ്ട. പിന്നെ തിളച്ചിട്ട് നല്ല മീൻകറിയുടെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും വയ്ക്കുമ്പോ ഒരു അടിപൊളി കറി നമുക്ക് പ്രതീക്ഷിക്കാട്ടാ. നോക്കാം, നമുക്ക് ഉമ്മാടെ സ്പെഷ്യൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം. വറ്റി വരണം. നമ്മുടെ കേരക്കറി സെറ്റ് ആയിട്ടുണ്ട്. വായനൊക്കെ വെള്ളം വരെ അടിപൊളിയായിരുന്നു. കൊള്ളാം. ഇനി നമുക്കിത് ചോറ് കഴിച്ചു നോക്കാം. ആ പാത്രത്തിൽ ഒഴിച്ചോ. വേഗം ഒഴിക്കും, കൊതിയാവും. സെറ്റ് സാധനങ്ങൾ നമുക്ക് ഇതിൽ കഴിച്ചു നോക്കാം. കഴിക്കാം.